ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. സോ സീക്വൻസ് ആൻഡ് സീരീസിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എ പി ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എ പിയുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d എക്സെട്ര. ഇതാണ് ഒരു എ പിയുടെ സ്റ്റാൻഡേർഡ് ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഡീനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. ഒരു എ പിയുടെ കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേം എന്ന് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ എഴുതി പോകുന്ന ഒരു എ പിയുടെ nth ടേം എന്ന് പറയുന്നത് എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. ഓക്കെ ആണോ? So Sn is equal to n by 2 into 2a plus n minus 1 into d. This is the formula for Sn. അല്ലെങ്കിൽ നമുക്ക് Sn എന്ത് എഴുതാം? Sn is also equal to n by 2 into first term plus last term എന്ന് എഴുതാം. So this is a basic concept regarding AP. A comma a plus d comma a plus 2d is a general format. D is equal to t2 minus t1. A and nth term of that AP is given by a plus n minus 1 into d. Sn is given by the formula n by 2 into 2a plus n minus 1 into d. Sn is also given by the formula n by 2 into a plus l. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജി പിയെ കുറിച്ചാണ്. ജി പി മീൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷന്റെ കേസിൽ നോർമലി എ കോമ എ ആർ സ്ക്വയർ എക്സെട്ര, അതായത് ഫസ്റ്റ് ടേമിനെ നമ്മൾ എ പിയുടെ കേസിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്തതെങ്കിൽ ജി പിയുടെ കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് പോവുക. എ ഇൻറ്റു എ ആർ സ്ക്വയർ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഈ ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ജി പിയിൽ ചെയ്യുക. ആറിനെ നമുക്ക് കോമൺ റേഷ്യോ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? സോ അതിൽ തന്നെ ലിസൺ ഹിയർ, ആറിനെ നമുക്ക് കോമൺ റേഷ്യോ എന്ന് വിളിക്കാം. ഇതിലെ nth ടേമിന്റെ ഫോർമുല എ എൻ ഇസ് ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ മൈനസ്. ഇതാണ് അതിന്റെ nth ടേമിന്റെ ഫോർമുല. എസ് എന്നിന്റെ ഫോർമുല രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഫോർമുലാസ് ഉണ്ട്. എസ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1 ഇഫ് മോഡ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ 1. മോഡ് ആറിന്റെ വാല്യൂ, കോമൺ റേഷ്യോയുടെ വാല്യൂ മോർ ദാൻ 1 ആണെങ്കിൽ, മോഡ്ലെസ് മോർ ദാൻ 1 ആണെങ്കിൽ എസ് എന്റെ ഫോർമുല ഉപയോഗിക്കേണ്ടത് ഇതാണ്. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ ഫോർമുലക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും. എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ ആയിട്ട് മാറും വെൻ മോഡ് ആർ ഇസ് ലെസ് ദാൻ 1. സോ ദിസ് ഇസ് ദി കൺസെപ്റ്റ് റിഗാർഡിംഗ് ജി പി. ഈ ജി പിയിൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞിട്ടില്ല, അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. കോമൺ റേഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ടേമിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. സോ ജനറലി സ്പീക്കിംഗ് എ കോമ എ ആർ സ്ക്വയർ is the general terms of a GP, where R is a common ratio. A, as you know, is the first term. Nth term an is equal to AR raised to n minus 1. Sn is having two formulae. First is for when mod R is greater than 1, and second one is for when mod R is less than 1. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ തിയറി ടോപ്പിക്കിലല്ലാത്ത, ടെക്സ്റ്റ് ബുക്കിലല്ലാത്തൊരു ടോപ്പിക്കാണ് ഹാർമോണിക് പ്രോഗ്രഷൻ, HP. HP വളരെ ഈസിയാണ്. എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d, ഇത് എ പി ആണെന്ന് നമുക്കറിയാം. അതിന്റെ റെസിപ്രോക്കൽസ് എടുക്കുകയാണെങ്കിൽ, ഈ എ പിയിലുള്ള ടേംസിന്റെ റെസിപ്രോക്കൽസ് എടുക്കുകയാണെങ്കിൽ ആ ടേംസിനെ നമുക്ക് എച്ച് പിയിലാണെന്ന് പറയാം. അപ്പൊ എച്ച് പിയുടെ കൺസെപ്റ്റ് എത്രേ ഉള്ളൂ. എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d ഒരു എ പിയിലുള്ള ടേംസ് ആണെങ്കിൽ, അത് എ പിയിലാണെങ്കിൽ, ഇഫ് ദാറ്റ് സീരീസ് ഇസ് ഇൻ എ പി, അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള 1 ബൈ എ പ്ലസ് ഡി 1 ബൈ 2 പ്ലസ് ഡി എന്തായിരിക്കും? എച്ച് പിയിലായിരിക്കും. എക്സാമ്പിൾ പറയുമ്പോൾ 4, 6, 8 എന്താണ്? അതൊരു എ പിയിലെ ടേം ആണ്. 4, 6, 8 ഒരു എ പിയിലെ ടേം ആണ്. അതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള 1 ബൈ 4, 1 ബൈ 6, 1 ബൈ 8 എന്ന് പറഞ്ഞാൽ അത് എച്ച് പിയിലായിട്ട് മാറും. ഇതാണ് എച്ച് പിയുടെ കൺസെപ്റ്റ്, മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീൻ, അതായത് AM, അരിത്തമെറ്റിക് മീൻ. ഇൻ ഷോർട്ട് നമുക്കതിനെ AM എന്ന് വിളിക്കാം. അരിത്തമെറ്റിക് മീൻ അഥവാ AM എന്ന് പറഞ്ഞാൽ സംഭവം കൺസെപ്റ്റ് വളരെ ഈസിയാണ്. എൻ്റെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. ഈ എയുടെയും ബിയുടെയും ഇടയിൽ എനിക്ക് ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യണം. ആ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പറിന് ഞാൻ AM എന്ന് കൊടുക്കുന്നു, അരിത്തമെറ്റിക് മീൻ എന്ന് കൊടുക്കുന്നു. അപ്പോ
എക്കും ബിക്കും ഇടയിൽ ഞാൻ ഇൻസേർട്ട് ചെയ്ത ഈ നമ്പർ അരിത്തമെറ്റിക് മീൻ ആവണമെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എയും ഇൻസേർട്ട് ചെയ്ത എ എമ്മും ബിയും എന്ത് ചെയ്യണം? ഒരു എ പി ഫോം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഇൻസേർട്ട് ചെയ്ത നമ്പറിനെ നമുക്ക് അരിത്തമെറ്റിക് മീൻ എന്ന് വിളിക്കാൻ പറ്റൂ. സോ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ 2,8,10 ഫോർ എക്സാമ്പിൾ. 2ന്റെയും 10ന്റെയും ഇടയിൽ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്ത നമ്പർ എന്താണ്? 8 ആണ്. പക്ഷെ 2,8,10 എന്തല്ല? ഒരു എ പി അല്ല. ഇറ്റ്സ് നോട്ട് എൻ എ പി. ഇറ്റ്സ് നോട്ട് എൻ എ പി. അത് എ പി അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത 8 എന്തല്ല? ഇറ്റ്സ് നോട്ട് എൻ എ എം. അത് അരിത്തമെറ്റിക് മീൻ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പകരം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണ്. 4, 10, 16. ഇവിടെ നമ്മൾ 4ന്റെയും 10ന്റെയും ഇടയിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന നമ്പർ 10 ആണ്. ഇതെന്താണ്? ഒരു എ പി ആണ്. ഇറ്റ് ഫോംസ് എൻ എ പി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 10 എന്ന് പറയുന്നത് is arithmetic mean of 4,16 എന്ന് പറയാം. 4ന്റെയും 16ന്റെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും 10 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് അരിത്തമെറ്റിക് മീൻ കൺസെപ്റ്റ്. അപ്പോ അരിത്തമെറ്റിക് മീൻ കൺസെപ്റ്റിലേക്ക് നമുക്ക് ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. എ കോമ ബി 2 നമ്പേഴ്സ് ആണെങ്കിൽ നോട്ട് ചെയ്യേണ്ട കാര്യം നോട്ട്. എ കോമ ബി 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് ആണ് എയും ബിയും എങ്കിൽ അവരുടെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ എം ഇസ് ഗിവൺ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എയും ബിയും 2 നമ്പർ ആണെങ്കിൽ അതിന്റെ ഇടയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് മീനിന്റെ നമ്പർ എന്ന് അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. So arithmetic mean is equal to a plus b divided by 2 if a comma b are the 2 numbers. അപ്പോൾ 2 നമ്പർ കിട്ടിയിട്ട് അതിനിടയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ നമ്മൾ എ എം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക് മീൻ ആണ്. ജിയോമെട്രിക് മീൻ നമുക്ക് ജി എം എന്ന് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എക്കും ബിക്കും ഇടയിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പർ ജി എം അഥവാ ജിയോമെട്രിക് മീൻ ആവണമെങ്കിൽ എയും ജി എമ്മും ബിയും കൂടെ എന്ത് ഫോം ചെയ്യണം? ജി പി ഫോം ചെയ്യണം. ദേ ഷുഡ് ഫോം ജി പി. ഒരു ഈ എയും ജി എമ്മും ബിയും കൂടെ ജി പി ഫോം ചെയ്താലേ ഇൻസേർട്ട് ചെയ്ത ജി എമ്മിനെ എനിക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ജിയോമെട്രിക് മീൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പം 4,8,12. ഈ 4 എന്ന നമ്പറിന്റെയും 4,8,12 4 എന്ന നമ്പറിന്റെയും 12 എന്ന നമ്പറിന്റെയും ഇടയിൽ ഞാൻ 8 ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും എന്തല്ല 4,8,12 എന്തല്ല? ഒരു ജി പി അല്ല. അത് ജി പി അല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നേ? നമ്മൾ 8 ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്കുക, 12 by 8 ചെയ്ത് നോക്കുക. 8 ഡിവൈഡ് ബൈ 4 ചെയ്യുന്നതും 12 ഡിവൈഡ് ബൈ 8 ചെയ്തതും ഒരേ റേഷ്യോ ആണെങ്കിലും മാത്രമേ അത് ജി പി ആവുന്നുള്ളൂ. പക്ഷെ രണ്ടും ഒരേ റേഷ്യോ അല്ല. ഒന്ന് 2 ആണ് ആൻസർ, ഒന്ന് 3/2 ആണ് ആൻസർ. സോ ഇറ്റ് ഈസ് നോട്ട് എ ജി പി. അപ്പൊ എനിക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് നോട്ട് എ ജി പി എന്ന് എഴുതാം. അത് ജി പി അല്ലാത്തത് കൊണ്ട് തന്നെ 8 ഈസ് നോട്ട് ജിയോമെട്രിക് മീൻ എന്ന് എനിക്ക് എഴുതേണ്ടി വരും. വേറൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ ഞാൻ 8, 16, 32 എഴുതി. അപ്പൊ നിങ്ങൾ നോക്കുമ്പം 12/8 ചെയ്താൽ എനിക്ക് 16/8 ചെയ്താൽ എനിക്ക് 2 കിട്ടുന്നുണ്ട്. 32/16 ചെയ്യുമ്പോഴും എനിക്ക് 2 കിട്ടുന്നുണ്ട്. അപ്പം ദ റേഷ്യോ സെയിം ആണ്, കോമൺ റേഷ്യോ ആണ്. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഫോംസ് എ ജി പി. അതുകൊണ്ട് തന്നെ എനിക്ക് 16 is GM of 8,32 എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുമ്പോൾ 8,16,32 ജി പിയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 16 8ന്റെയും 32ന്റെയും ജി എം ആണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോ എ കോമ ബി 2 നമ്പേഴ്സ്, എയും ബിയും 2 നമ്പേഴ്സ് ആണെങ്കിൽ അവര് തമ്മിലുള്ള ജി എം കാണാനുള്ള ഫോർമുല റൂട്ട് എ ബി ആയിരിക്കും. സോ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നേരത്തെ എ എമ്മിന്റെ കേസിൽ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ആയിരുന്നെങ്കിൽ ജി എമ്മിന്റെ കേസിൽ അത് റൂട്ട് എ ബി ആണ്. സോ ദാറ്റ്സ് എ കൺസെപ്റ്റ് റിഗാർഡിംഗ് ജിയോമെട്രിക് മീൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എ ഒരു നമ്പറും
എച്ച് എം ഹാർമോണിക് മീൻ എച്ച് എം ഒരു നമ്പർ കമാ ബി. അപ്പൊ എ എച്ച് എം ബി, അതിൽ എച്ച് എം എയുടെയും ബിയുടെയും ഹാർമോണിക് മീൻ ആവണമെങ്കിൽ എ കോമ എച്ച് എം കോമ ബി എന്ത് ചെയ്യണം? ഒരു എച്ച് പി ഫോം ചെയ്യണം, ഹാർമോണിക് പ്രോഗ്രഷൻ ഫോം ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നോട്ട് തരികയാണ്, എക്സാമ്പിളിലേക്ക് പോകുന്നില്ല. സോ ലിസൺ, എ കോമ ബി ബി ടു നമ്പേഴ്സ്, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന എച്ച് എമ്മിന്റെ ഫോർമുല എന്ന് പറയുന്നത് എച്ച് എം ഇസ് ഗിവൺ ബൈ ദ ഫോർമുല 2ab divided by a plus b. 2ab divided by a plus b. സോ ഹാർമോണിക് മീൻ എന്താണ്? ഹാർമോണിക് മീൻ എന്ന് മനസ്സിലാക്കുക. ഹാർമോണിക് മീൻ എച്ച് എം കാണാനുള്ള ഫോർമുല, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ എച്ച് എം കാണാനുള്ള ഫോർമുലയും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ എമ്മിന്റെയും ജി എമ്മിന്റെയും എച്ച് എമ്മിന്റെയും തമ്മിലുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എച്ച്. ജി എന്ന് പറഞ്ഞാൽ ജി എം ആണ്, എ എന്ന് പറഞ്ഞാൽ എ എം ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് മീൻ ആണ്, എച്ച് എം ആണ്. അപ്പൊ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എച്ച് എന്ന് കിട്ടും. നിങ്ങളത് എയും എച്ചും മൾട്ടിപ്ലൈ ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ അറിയാലോ, എ പ്ലസ് ബി ബൈ ടു. ഹാർമോണിക് മീൻ അറിയാം, 2ab ഡിവൈഡ് ബൈ എ പ്ലസ് ബി. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? ജി സ്ക്വയറിന് ഈക്വൽ ആണെന്ന് കിട്ടും. സോ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എച്ച് എന്ന് മനസ്സിലാക്കുക. ജി എന്ന് പറയുമ്പോൾ ജി എം ആണ്, രണ്ട് നമ്പറുകളുടെ ജി എം ആണ് ജി. എച്ച് എം അവരുടെ എച്ച്, ഹാർമോണിക് മീൻ ആണ് എച്ച്, അരിത്തമെറ്റിക് മീൻ എ ആണ്. സോ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എച്ച് എന്ന് എനിക്ക് പറയാം. രണ്ടാമതായിട്ട് അതിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. A is greater than G is greater than H. അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീനിനേക്കാളും കൂടുതൽ, ജോമെട്രിക് മീൻ ഹാർമോണിക് മീനിനേക്കാളും കൂടുതൽ. സോ അരിത്തമെറ്റിക് മീൻ ഇസ് ഗ്രേറ്റർ ദാൻ, ജോമെട്രിക് മീൻ ഇസ് ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ട് നമ്പർ എടുക്കുക. നമ്മൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ചിട്ട് അരിത്തമെറ്റിക് മീൻ എ കാണുക, ജോമെട്രിക് മീൻ ജി കാണുക, ഹാർമോണിക് മീൻ എച്ച് കാണുക. ഈ ഒരു ഇൻഇക്വാലിറ്റി അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ഈ പഠിച്ച ഹാർമോണിക് മീനും ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും ഒക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല, ഒരു ജനറൽ ഫോർമാറ്റ് പഠിക്കാം. സോ നമ്മൾ എ എമ്മിന് എ ആണെന്നും ജി എമ്മിന് ജി ആണെന്നും എച്ച് എമ്മിന് എച്ച് ആണെന്നും ഓർമ്മ ഉണ്ടാവുമല്ലോ. സോ ഞാൻ അതിന്റെ ഒരു ഡയറക്റ്റ് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഫോർമുല തരികയാണ്. എ റൈസ് ടു എൻ പ്ലസ് വൺ ബൈ ബി റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ. ഇതിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതിന് അരിത്തമെറ്റിക് മീൻ എ എന്ന് വിളിക്കണമെങ്കിൽ എയും ബിയും രണ്ട് നമ്പർ ആണ്. അപ്പം ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പറുടെ അരിത്തമെറ്റിക് മീൻ ആണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അരിത്തമെറ്റിക് മീൻ എ ആകണമെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ n ഷുഡ് ബി ഈക്വൽ ടു 0. എപ്പോഴാണോ എന്നിന്റെ വാല്യൂ 0 ആവുന്നത് അപ്പോൾ ഇത് അരിത്തമെറ്റിക് മീൻ ആയിട്ട് മാറും. എപ്പോഴാണോ എന്നിന്റെ വാല്യൂ -1/2 ആയിട്ട് മാറുന്നത് അപ്പോൾ ഇത് ജോമെട്രിക് മീൻ ആയിട്ട് മാറും. എപ്പോഴാണോ എന്നിന്റെ വാല്യൂ -1 ആകുന്നത് സോ ആ കേസിൽ അത് ഹാർമോണിക് മീൻ ആയിട്ട് മാറും. സോ ഈ മൂന്ന് കേസസ് ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിൽ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും എയും ജിയും തന്നിട്ട് ഈ n = 0യും n = -1/2 പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്ത് നോക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോട്ടായിട്ട് ഓർത്ത് വെക്കാം, ശ്രദ്ധിക്കുക. ഒന്ന്, മൂന്ന് നമ്പേഴ്സ് എയും ബിയും സിയും എ പിയിലാണെന്ന് പറയണമെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ 2b = a + c ആണ്. ഒന്ന്. രണ്ട്, എയും ബിയും സിയും ജി പിയിലാണെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ b² = ac ആണ്. b² = ac ആണെങ്കിൽ അതെന്തായിരിക്കും? ആ എയും ബിയും സിയും ജി പിയിലായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളെ കയ്യിൽ എയും ബിയും സിയും ഉണ്ട്. അത് എ പിയിലും ജി പിയിലുമാണ്. മൂന്ന് നമ്പർ എ പിയിലും ആണ് ജി പിയിലും ആണ്. മൂന്ന് നമ്പർ വന്നിട്ട് അത് എ പിയിലും ജി പിയിലും ആകണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ a = b = c ആയിരിക്കും. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. മൂന്ന് ടേംസ് എ പിയിലാണെങ്കിൽ 2b = a + c കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ ബി സി ജി പിയിലാണെങ്കിൽ b² = ac എന്ന കൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം.
എ ബി സി എ പിയിലും ജി പിയിലും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, NCERT സിലബസിൽ ഇല്ലാത്ത സംഭവമാണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഇതിന് ഇമ്പോർട്ടൻസ്. സോ അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഒന്നുമില്ല, ആ പേര് പറയുന്ന പോലെ തന്നെ രണ്ടെണ്ണം കൂടെ മിക്സ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കണം. നമ്മുടെ കയ്യിൽ എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d എക്സെട്ര അങ്ങനെ പോയിട്ട് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഒരു എ പി ഉണ്ടെന്ന് വിചാരിക്കുക. സോ വി ക്യാൻ അസ്യൂം ലൈക്ക് ദാറ്റ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എ കോമ 1 കോമ ആർ കോമ ആർ സ്ക്വയർ കോമ എക്സെട്ര ആർ റേസ് ടു n മൈനസ് 1 എന്ന ജി പി ഉണ്ട്. നമ്മുടെ കയ്യിൽ ഈ ഒരു എ പി ഉണ്ട്, നമ്മുടെ കയ്യിൽ ഈ ഒരു ജി പി ഉണ്ട്. എ കോമ എ പ്ലസ് ഡി അപ് ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന എ പിയും 1 കോമ ആർ സ്ക്വയർ അപ് ടു ആർ റേസ് ടു n മൈനസ് 1 എന്ന ജി പിയും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് എ ജി പി എന്ന് ഷോർട്ടിൽ വിളിക്കാം. എ ജി പി എന്ന് പറയുന്നത് എ കോമ ഓക്കെ ആണല്ലോ, എ കോമ എ പ്ലസ് ഡി ഇൻറ്റു ആർ കോമ എ പ്ലസ് 2d ഇൻറ്റു ആർ സ്ക്വയർ. ഒന്നുമില്ല, ഈ ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു 1 എ പ്ലസ് ഡി ഇൻറ്റു ആർ, എ പ്ലസ് 2d ഇൻറ്റു ആർ സ്ക്വയർ എക്സെട്ര പോയിട്ട് അവസാനം nth ടേം എന്തായിട്ട് വരും? എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 വരും. ഈ ഒരു പ്രോഗ്രഷനെയാണ് നമ്മൾ അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഐ റിപ്പീറ്റ്, ദിസ് ഇസ് നോട്ട് ദെയർ ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്, ഔട്ട്സൈഡ് ഓഫ് ദ സിലബസ് ആണ്. പക്ഷേ എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, JEE എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ദിസ് കൺസെപ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ജി പിയുടെ nth ടേമിന്റെ ഫോർമുല ഇനിയാണ് തരാൻ പോകുന്നത്. എ ജി പിയുടെ nth ടേം, എ ജി പിയുടെ nth ടേം എ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് തൊട്ട് മുൻപത്തെ കേസിൽ. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ദാറ്റ് ഈസ് ദി nth ടേം. സമ്മിനും ഫോർമുല ഉണ്ട്, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. എസ് എൻ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല എ ബൈ 1 മൈനസ് ആർ പ്ലസ് 1 മൈനസ് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ the whole square into dr plus a plus n minus 1 into d divided by r minus 1. ഇതാണ് എ ജി പി എന്ന അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷന്റെ സമ്മിന്റെ ഫോർമുല. സം എസ് എൻ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ പ്ലസ് 1 മൈനസ് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ആർ പ്ലസ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. സോ ദിസ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് സം ഓഫ് എ ജി പി, സം ഓഫ് അരിത്മെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫിനിറ്റ് ജി പി ആണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്കാണ്, ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫിനിറ്റ് ജി പി. ഇൻഫിനിറ്റ് ജി പി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരൊറ്റ കേസിൽ ആണ്. എപ്പോഴാണ് മോഡ് ആർ ലെസ് ദാൻ 1 വരുന്നത്, അപ്പോഴാണ് ഇൻഫിനിറ്റ് ജി പിക്ക് പ്രസക്തി ഉള്ളത്. ഓക്കെ, സോ മോഡ് ആർ ലെസ് ദാൻ 1 ആകണം. അങ്ങനെയുള്ള എ കോമ എ ആർ സ്ക്വയർ എന്നൊരു ജി പി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിൽ മൊത്തം ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്. എന്താ കണ്ടീഷൻ? മോഡ് ആർ മസ്റ്റ് ബി ലെസ് ദാൻ 1. നമ്മുടെ കോമൺ റേഷ്യോയുടെ മോഡ് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയുള്ള ഒരു ജി പി എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ടേം എ കോമ എ ആർ സ്ക്വയർ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ് ടേംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ് വൺ. അതൊരു ഫൈനൈറ്റ് ജി പി ആണ്. സോ ഇറ്റ്സ് ക്ലിയർലി ഗിവൺ ബൈ ദ ഫോർമുല. ഇറ്റ്സ് വെരി ഈസി. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അപ്പോ ഒരു ഇൻഫിനിറ്റ് ജി പിയുടെ ഇൻഫിനിറ്റ് ടേംസിന്റെ സമ്മിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ബൈ ദ ഫോർമുല S infinity is equal to a divided by 1 minus r. So note down this one. It is about infinity GP. So infinity GP in the case marakanda when mod r is less than 1. S infinity is given by the formula a divided by 1 minus r.
ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ ജി പിയുടെ ഇൻഫിനിറ്റ് ടേംസിന്റെ സമ്മ് പറഞ്ഞു. ഇനി എ ജി പി ഇൻഫിനിറ്റ് എ ജി പി അത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ഇൻഫിനിറ്റ് എ ജി പിയുടെ സമ്മിന്റെ ഫോർമുല ഇറ്റ്സ് വെരി ഈസി. എസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ എ ബൈ 1 മൈനസ് ആറിന്റെ കൂടെ ഒരു ഡി ആർ ബൈ 1 മൈനസ് ആർ ഹോൾ സ്ക്വയറും കൂടെ വരും. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ infinite terms of an AGP. ഇനി പഠിക്കാനുള്ളത് സ്പെഷ്യൽ സീരീസ് ആണ്. സ്പെഷ്യൽ സീരീസ് എൻസിയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ കൊല്ലത്തെ 11th ബോർഡ് എക്സാമിൽ അല്ലെങ്കിൽ 11th പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് അതില്ല. കാരണം ഇക്കൊല്ലത്തെ കോവിഡ് ഇഷ്യൂസ് കാരണം 11th ടോപ്പിക് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സിലബസിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇക്കൊല്ലത്തെ സിലബസിലില്ല എന്ന് മാത്രം. സ്പെഷ്യൽ സീരീസ് 3 കേസാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ കേസ് സിഗ്മ എൻ. സിഗ്മ എൻ എന്ന് പറയുമ്പം സിഗ്മ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1 + 2 + 3. സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ സിഗ്മ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൻ ബൈ ദ ഫോർമുല n × n + 1 / 2. 2 സിഗ്മ എൻ സ്ക്വയർ. സിഗ്മ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സം ഓഫ് ദി സ്ക്വയർ ടേംസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര അപ് ടു n സ്ക്വയർ. It is given by the formula n × n + 1 × 2n + 1 all divided by 6. Third one sigma n cube. Sigma n cube എന്ന് പറയുമ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ്സിന്റെ സമ്മിന് ഈക്വൽ ആണ് up to n cube എന്ന് വരും, which is given by the formula n × n + 1/2 the whole square. ഇതാണ് 3 സ്പെഷ്യൽ സീരീസ്. നാലാമതായിട്ട് സിഗ്മ എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി എന്ന് വരാം. ഇതിന് നമുക്ക് സിഗ്മ സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ഇൻറ്റു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എൻ പ്ലസ് സി എൻ എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. ഈ 4 കാര്യങ്ങളും മനസ്സിൽ ഉണ്ടാവണം. സോ ഇതൊരു സപ്ലിമെന്ററി ടോപ്പിക് ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിൽ നമുക്കിത് കാണാം. ഇനി എ പിയുടെ ഒരു സ്പെഷ്യൽ പോയിന്റ് നോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ ശ്രദ്ധിക്കണം. എ പിയിൽ ചിലപ്പോൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് 4 ടേംസ് 5 ടേംസ് തന്നിട്ട് സമ്മും പ്രൊഡക്റ്റൊക്കെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങളെടുത്ത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് തന്നു കഴിഞ്ഞാൽ ഒരു എ പിയിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ ആ 3 ടേംസിന് എടുക്കേണ്ടത് a - d, a, a + d ആയിട്ടാണ്. 4 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മോ പ്രൊഡക്റ്റോ കാര്യങ്ങളോ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എ പിയിലെ ടേംസ് എന്ന് പറയുന്നത് a - 3d, a - d, a + d, a + 3d ആയിരിക്കണം. അതേപോലെ 5 ടേംസിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട എ പിയിലെ ടേംസ് a - 2d, a - d, a + d, a + 2d ആയിരിക്കണം. ഇത്രയുമാണ് നിങ്ങൾ നോട്ടായിട്ട് ഉദ്ദേശിക്കേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. സോ 3 ടേംസും 4 ടേംസും 5 ടേംസും കോൺസിക്യൂട്ടീവ് ആയിട്ട് തരുമ്പോൾ നമ്മൾ ആ ടേംസിനെ കൺസിഡർ ചെയ്യേണ്ട പാറ്റേൺ ആണ്, രീതിയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർ കൺസെപ്റ്റ്. ഇതേപോലെ തന്നെ നമുക്ക് ജി പിയുടെ കേസിലും നോട്ട് എഴുതി വെക്കാം. ജി പി അപ്പൊ നമ്മുടെ കയ്യിൽ ജി പിയിലെ 3 ടേംസ് ആണ് തന്നെ വിചാരിക്കുക. നമ്മൾ തൊട്ട് മുന്നേ എ പി ആണ് പറഞ്ഞത്. ജി പിയിലെ 3 ടേംസ്, ജി പിയിലെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് വിചാരിക്കുക. അപ്പോ ഫസ്റ്റ് കേസ് 3 എണ്ണാകാം. ജി പിയിലെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ ആ 3 ടേംസിനെ കൺസിഡർ ചെയ്യേണ്ടത് a/r, a, ar ആയിട്ടായിരിക്കണം. 4 ടേംസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് a/r ക്യൂബ്, a/r, ar ക്യൂബ് ആയിരിക്കണം. നമ്മൾ 5 ടേംസ്, നമുക്ക് 5 ടേംസ് ആണ് കോൺസിക്യൂട്ടീവ് ടേംസ് ആയിട്ട് തരുന്നതെങ്കിൽ നമ്മൾ ടേംസിനെ കൺസിഡർ ചെയ്യേണ്ടത് a/r², a/r, ar, ar². ഈ 3 കാര്യങ്ങൾ കൂടി
ഓർത്ത് വെക്കുക. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ നമുക്ക് ഒരു ചോദ്യം ചെയ്യാം. ചോദ്യം എന്താണ്? ഇഫ് ദ തേർഡ് ടേം ഓഫ് എ ജി പി എസ് 4, അപ്പോൾ nth ടേം, ഒരു ജി പിയുടെ nth ടേമിന്റെ ഫോർമുല നമുക്കറിയാം AR⁻n−1 ആണ്. അപ്പൊ തേർഡ് ടേം എന്ന് പറയുമ്പം A3 = 4 എന്ന് എഴുതാം. AR⁻n−1 ആണെങ്കിൽ A3 എന്ന് പറഞ്ഞ AR² ആയിരിക്കും, which is equal to 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 5 ടേംസിന്റെ പ്രൊഡക്റ്റ് കാണാനാണ്. അതായത് ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR², അടുത്ത ടേം AR³, അഞ്ചാമത്തെ ടേം AR⁻4. ഈ 5 ടേംസിന്റെയും പ്രൊഡക്റ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 5A കാണാം. സോ A⁵5 എന്ന് എഴുതാം ഇൻറ്റു 6 1 3 6 10 6⁻10 എന്ന് എഴുതാം, which is equal to AR²⁵5 എന്ന് മാറ്റി എഴുതാം. A⁵5 6⁻10 നമുക്ക് AR²⁵5 എന്ന് എഴുതാം. ഈ AR² വാല്യൂ 4 ആണ്. അപ്പൊ എന്തായിട്ട് മാറും? 4⁵5 ആയിട്ട് മാറും. ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. സോ ഈ ചോദ്യത്തിൽ നമ്മൾ ജി പിയുടെ കൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചത്, nth ടേമിന്റെ കൺസെപ്റ്റ് ആണ്. എന്നിട്ട് പ്രൊഡക്റ്റ് ഓഫ് ടേംസ് ചോദിച്ചു. ആൻസർ ഇസ് ഈക്വൽ ടു 4⁵5. രണ്ടാമത്തെ ചോദ്യം, ഇഫ് സെക്കൻഡ്, ഫിഫ്ത്ത്, 9th ടേംസ് ഓഫ് എ നോൺ കോൺസ്റ്റന്റ് AP ആർ ഇൻ ജി പി, ഒരു AP-യുടെ നോൺ കോൺസ്റ്റന്റ് AP-യുടെ, അതായത് ഡിഫറെന്റ് ടേംസ് ഉള്ള AP-യുടെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഒൻപതാമത്തെയും ടേംസ് ജി പിയിലാണെങ്കിൽ ആ ജി പിയുടെ കോമൺ റേഷ്യോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടേമിന് A2 എന്ന് കൊടുക്കാം, അഞ്ചാമത്തെ ടേമിന് A5 എന്ന് കൊടുക്കാം, ഒൻപതാമത്തെ ടേമിന് A9 എന്ന് കൊടുക്കാം. ഈ 3 ടേംസും ജി പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. A2 എന്ന് പറയുമ്പം അത് രണ്ടാമത്തെ ടേം ആണ് AP-യുടെ, A+D എന്ന് കൊടുക്കാം. A5 എന്ന് പറയുമ്പോൾ A+4D എന്ന് കൊടുക്കാം. A9 എന്ന് പറയുമ്പം A+8D എന്ന് കൊടുക്കാം. അത് ജി പിയിലാണെന്ന് കിട്ടി. 3 ടേംസ് ജി പിയിലാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു നിങ്ങളെ B² = AC ആണ് അല്ലെ. ABC ജി പിയിലാണെങ്കിൽ B² = AC ആണ്. B² എന്ന് പറയുമ്പോ അത് A+4D² ആണ്. is equal to AC എന്ന് പറയുമ്പോ അത് A+D × A+8D ആണ്. നമുക്ക് LHS എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A² + 8AD എന്ന് വരും, പ്ലസ് 16D², which is equal to ഇവിടെ A² 8AD + DA + 8D² എന്ന് കിട്ടും. ഈ A²ഉം ക്യാൻസൽ ചെയ്യാം. ഈ 8ADയും 8ADയും ക്യാൻസൽ ചെയ്യാം. ഈ 8D² ലെഫ്റ്റോട് എടുക്കുമ്പോൾ 16D² - 8D² ആയിട്ട് മാറും. അത് 8D² എന്ന് കിട്ടും. സോ ആ 8D² നമുക്ക് ഈക്വൽ ടു AD എന്ന് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഓരോ D കട്ട് ചെയ്യുമ്പോൾ A = 8D എന്ന് കിട്ടി. A = 8D ആകുമ്പോ നമ്മൾ എഴുതിയ ആ 3 ജി പിയിലുള്ള ടേംസ് എന്തായിട്ട് മാറും? A+Dക്ക് പകരം 8D + D ആയിട്ട് മാറും. ദാറ്റ് ഈസ് 9D. A+4Dക്ക് പകരം 8D + 4D ആകും. ദാറ്റ് ഈസ് 12D. A+8Dക്ക് പകരം 8D + 8D ആയിട്ട് മാറും. ദാറ്റ് ഈസ് 16D. അപ്പൊ കോമൺ റേഷ്യോ എന്ന് പറയുമ്പം രണ്ടാമത്തെ ടേം ആയിട്ടുള്ള 12Dയെ നമ്മൾ ഒന്നാമത്തെ ടേം ആയിട്ടുള്ള 9D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. So R is equal to 12/9. R is equal to 4/3. So common ratio of this GP is equal to 4/3. Option A is the answer. മൂന്നാമത്തെ ചോദ്യം, if the ratio of HM and GM between two numbers A and B is 4:5. അപ്പൊ രണ്ട് നമ്പേഴ്സിലെ HM-ന്റെയും GM-ന്റെയും റേഷ്യോ 4/5 ആണെന്ന് തന്നിട്ടുണ്ട്. എയും ബിയും രണ്ട് നമ്പർ ആണെങ്കിൽ HM-ന്റെ ഫോർമുല അറിയാം, 2AB/A+B ആണ്. GM-ന്റെ ഫോർമുല അറിയാം, √AB ആണ്, which is equal to 4/5 എന്ന് കിട്ടും. which implies നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2AB/A+B ഇതിനെ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/√AB ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ഈ AB യും ഈ √AB യും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ √AB വരും.
സോ ഫൈനലി നമ്മുടെ ആൻസർ ഇതിന് ശേഷം 2√AB divided by A plus B is equal to 4/5 ആയിട്ട് മാറും. ഞാൻ അതിന് റെസിപ്രോക്കൽ ആക്കി എഴുതുമ്പോൾ എനിക്ക് A plus B divided by 2√AB equal to 5/4 എന്ന് എഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നോട് A:B രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഐ എം ഗോയിങ് ടു യൂസ് ദ റൂൾ ഓഫ് കമ്പോണന്റോ ഡിവിഡൻഡോ റൂൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കമ്പോണന്റോ ഡിവിഡൻഡോ റൂൾ ചെയ്യുമ്പോൾ നോക്കണം, ഇവിടെ LHS A plus B by 2√AB ആണ്. അതിന് കമ്പോണന്റോ ഡിവിഡൻഡോ ചെയ്യുമ്പോൾ A plus B plus 2√AB ന്യൂമറേറ്റർ, A plus B minus 2√AB ഡിനോമിനേറ്റർ, which is equal to LHS 5 divided by 4 ആണ്. അപ്പോൾ 5 plus 4 വരും, ഡിനോമിനേറ്ററിൽ 5 minus 4 വരും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നോക്കുമ്പോൾ ലെസൺ ഹിയർ പ്രോപ്പർലി. എനെ നമുക്ക് വേണമെങ്കിൽ √A² എന്ന് എഴുതാം, ബീനെ വേണമെങ്കിൽ നമുക്ക് √B² എന്ന് എഴുതാം, മറ്റേത് 2√AB നമുക്ക് 2√A√B എന്ന് എഴുതാം ഡിവൈഡ് ബൈ, അതേപോലെ A plus B വീണ്ടും ഡിനോമിനേറ്ററിൽ മാറ്റാം, √A² √B² minus 2√A√B എന്ന് എഴുതാം, which is equal to 9 divided by 1. ന്യൂമറേറ്റർ നമ്മൾ നോക്കുമ്പോൾ ഏത് ഫോമാറ്റിലാണ്? A² plus B² plus 2AB ഫോമാറ്റിലാണ്. നമുക്ക് അതിനെ A plus B whole square എന്ന് എഴുതാം, അതായത് √A plus √B the whole square ആയിരിക്കും. ഡിനോമിനേറ്റർ √A minus √B the whole square ഫോർമാറ്റിലാണ്. that is equal to 9/1 എന്ന് കിട്ടും. രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാണ് ഞാൻ. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം √A plus √B ന്യൂമറേറ്ററിൽ, √A minus √B ഡിനോമിനേറ്ററിൽ, 9/1ന്റെ √3/1 ആയിട്ട് മാറും. വീണ്ടും ഞാൻ കമ്പോണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യാണ്. സോ ഐ എം യൂസിങ് കമ്പോണന്റോ ഡിവിഡൻഡോ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യണം. സോ √A plus √B plus √A minus √B വരും. ഡിനോമിനേറ്ററിൽ √A plus √B minus √A minus √B വരും. That is equal to RHS 3 plus 1 divided by 3 minus 1 ആയിട്ട് മാറുകയും ചെയ്യും. ഇനി നിങ്ങൾ നോക്കണം, ഈ √B ക്യാൻസൽ ആയി പോകും. ഈ √Aയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ 2√A ബാക്കി, ഡിനോമിനേറ്ററിൽ റൂട്ട് ഓപ്പൺ ചെയ്താൽ 2√B ബാക്കി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 എന്ന് കിട്ടും. ഈ 2 ക്യാൻസൽ ചെയ്യാം. √A by √Bയുടെ വാല്യൂ 2 കിട്ടുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A:B വാല്യൂ, അതായത് രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ A/B എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. അപ്പോ A:B എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആയിരിക്കും. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 4:1 രണ്ട് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ 4:1 ആണ് നമ്മുടെ ആൻസർ. 4:1 ആകാം, 1:4 ആകാം, നമ്മൾ എടുക്കുന്ന ഓർഡറിനനുസരിച്ചാണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് 4:1 or 1:4 will be the answer. രണ്ടിനും ചാൻസ് ഉണ്ട്. ഏത് ഓർഡറിലെ റേഷ്യോ എന്ന് പറയാത്തത് കൊണ്ട് both C can be answer, D also can be the answer.